കേരള നിയമസഭ 1957 ഏപ്രിൽ 1 രൂപം കൊള്ളുമ്പോൾ നമുക്കുണ്ടായിരുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി, അനൗദ്യോഗിക അംഗങ്ങളുടെ ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച കമ്മിറ്റി, സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ കമ്മിറ്റി, ഗവൺമെൻറ് നൽകുന്ന ഉറപ്പുകൾ സംബന്ധിച്ചിട്ടുള്ള സമിതി, ഹർജികൾ സംബന്ധിച്ച സമിതി, പ്രിവിലേജസ് കമ്മിറ്റി, ലൈബ്രറി ഉപദേശക സമിതി, ഹൗസ് കമ്മിറ്റി. ഇത്രയും കമ്മിറ്റികൾ 57 ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാം, ഈ സമിതികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. വ്യത്യസ്തതയുള്ള ധാരാളം സമിതികൾ ഉണ്ടായിട്ടുണ്ട്. ഈ നിയമസഭാ സമിതികൾ ഇപ്പോൾ 37 എണ്ണം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ അനുഭവം. 37 സമിതികളാണുള്ളത്. നിയമസഭാ സമിതികളെക്കുറിച്ച് ഇവിടെ അധ്യക്ഷനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള സമിതികളാണ് ഉള്ളത് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ സമിതികളെ തരംതിരിച്ചിട്ടുണ്ട് നമുക്കറിയാം. അതിലൊന്ന് സഭ നിയോഗിക്കുന്ന സമിതികളുണ്ട്, നിയമസഭ നേരിട്ട് നിശ്ചയിക്കുന്ന സമിതികളുണ്ട്. 3 തരത്തിലാണ് നിയമസഭാ സമിതികളെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുക. അതിലൊന്ന് സഭ നിയോഗിക്കുന്ന സമിതികളാണ്. അതുപോലെ സഭ തിരഞ്ഞെടുക്കുന്ന സമിതികളുണ്ട്. പിന്നെ സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന സമിതികൾ. ഈ 37 സമിതികൾ ഇങ്ങനെ തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, സഭ നിയോഗിക്കുന്ന സമിതികൾ, ഇപ്പോൾ സെലക്ട് കമ്മിറ്റി ചില ബില്ലുകളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് ചെയ്യാൻ, അങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി സഭ നിശ്ചയിക്കുന്ന സമിതികളാണ് സെലക്ട് കമ്മിറ്റി. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഒരു പുതിയ സബ്ജക്റ്റ് കമ്മിറ്റി രൂപീകരിക്കണം, അതിനെക്കുറിച്ചൊരു ചർച്ച നടത്തണം. അങ്ങനെ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി സഭ നിശ്ചയിക്കുന്ന അഡ്ഹോക് കമ്മിറ്റികൾ ഉണ്ടാവാറുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ആവശ്യം അത് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് അഡ്ഹോക് കമ്മിറ്റികളെ തിരഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ സെലക്ട് കമ്മിറ്റിയും അഡ്ഹോക് കമ്മിറ്റികളും സഭ നിയോഗിക്കുന്ന നിയമസഭ നിയോഗിക്കുന്ന സമിതികളാണ്. പിന്നെ നിയമസഭ തിരഞ്ഞെടുക്കുന്ന സമിതികളുണ്ട്. അത് ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സൂചിപ്പിച്ചു. പ്രധാനപ്പെട്ട 4 സമിതികൾ, ധനകാര്യ സമിതികൾ: പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ്സ് കമ്മിറ്റി, പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി, ലോക്കൽ ഫണ്ട് അക്കൗണ്ട്സ് കമ്മിറ്റി. ഇത് നിയമസഭ തിരഞ്ഞെടുക്കുന്ന സമിതികളാണ്. പ്രാതിനിധ്യ വോട്ടവകാശ പ്രകാരമാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇലക്ഷൻ നടത്താറില്ല. ഒരു സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണകക്ഷിയും പ്രതിപക്ഷവുമെല്ലാം തന്നെ ആവശ്യമായിട്ടുള്ള ആളുകളുടെ അംഗങ്ങളുടെ നാമനിർദ്ദേശം, ഇപ്പോൾ ആനുപാതിക പ്രാതിനിധ്യം ആയതുകൊണ്ട് എത്ര അംഗങ്ങൾ പ്രതിപക്ഷത്തു നിന്നുണ്ടാവണം, എത്ര അംഗങ്ങൾ ഭരണപക്ഷത്തു നിന്നുണ്ടാകണം എന്ന് വ്യക്തതയോടുകൂടി തീരുമാനിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ സ്പീക്കറുടെ അനുമതിയോടുകൂടി ഈ സഭയുടെ തെരഞ്ഞെടുപ്പ് നടന്നതായിട്ട് തന്നെ ആ രീതി പാർലമെൻ്ററി ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് ഈ 4 കമ്മിറ്റികളെ തിരഞ്ഞെടുക്കുകയാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പിന്നെയുള്ള കമ്മിറ്റികൾ സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന കമ്മിറ്റികളാണ്. അതിൽ നിയമസഭാ ചട്ടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ള മറ്റെല്ലാ കമ്മിറ്റികളും സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുകയാണ്. ഇപ്പോൾ 17 സമിതികളാണ് സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന സമിതികളായിട്ടുള്ളത്. നമ്മൾ ഓരോരുത്തരും ഈ ഏതെങ്കിലും കമ്മിറ്റികളിൽ അംഗങ്ങളാണ്. 2ഓ 3ഓ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളവരും ഉണ്ടാകാം. ഇതിൽ പേര് ഒന്ന് വായിച്ചു പോകാമെന്നുള്ളതേ ഉള്ളൂ, എല്ലാവർക്കും അറിയാം. കാര്യോപദേശക സമിതി, അനൗദ്യോഗിക ബില്ലുകളും പ്രമേയങ്ങളും സംബന്ധിച്ച സമിതി, ഹർജികൾ സംബന്ധിച്ച സമിതി, പ്രിവിലേജസ് ആൻഡ് എത്തിക്സ് എന്നിവ സംബന്ധിച്ച സമിതി, സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ, ഗവൺമെൻറ് നൽകുന്ന ഉറപ്പുകൾ, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം, സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും കുട്ടികളുടെയും ക്ഷേമം. തുടക്കത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമമായിരുന്നു, പിന്നീട് ട്രാൻസ്ജെൻഡറുകളുടെ ക്ഷേമം കൂടി അതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഭിന്നശേഷിക്കാരുടെ ക്ഷേമവും ഈ സമിതിയിൽ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. പരിസ്ഥിതി സംബന്ധിച്ചത്, പിന്നോക്ക സമുദായ ക്ഷേമം, മേശപ്പുറത്ത് വെക്കുന്ന കടലാസുകൾ സംബന്ധിച്ചത്, ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച സമിതി, ചട്ടങ്ങൾ സംബന്ധിച്ചിട്ടുള്ള സമിതി, മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും ക്ഷേമം സംബന്ധിച്ചിട്ടുള്ള സമിതി, പ്രവാസി മലയാളികളുടെ ക്ഷേമം, യുവജനക്ഷേമവും യുവജനകാര്യവും, മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം. ഇതെല്ലാം തന്നെ പിന്നീട് നമ്മൾ രൂപീകരിച്ചിട്ടുള്ള സമിതികളാണ്, സ്പീക്കർ നാമനിർദ്ദേശം ചെയ്യുന്ന സമിതികളാണ്. ഇതിൽ നമ്മുടെ നിയമസഭയുടെ തുടക്കത്തിൽ 57 മുതൽ ചില സമിതികൾ നിലവിലുണ്ടായിരുന്നു. നേരത്തെ പേര് വായിച്ചു. കുറേ സമിതികൾ ഓരോ ഘട്ടത്തിലും നമ്മുടെ നിയമസഭയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടി
നമ്മൾ പിന്നീട് ഓരോ ഘട്ടത്തിലും അഡ്ഹോക് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് അതുപോലെ തന്നെ സ്പീക്കർ പുതുതായിട്ട് നാമനിർദ്ദേശം ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ രൂപീകരിച്ചിട്ടുള്ള സമിതികളാണ് മറ്റ് സമിതികൾ. ഇനി സമിതികൾ ഉണ്ടാക്കാമോ? ഇനിയും ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പുതിയ നിയമസഭാ സമിതി ആവശ്യമാണെന്ന് തോന്നിയാൽ നമുക്ക് തീർച്ചയായിട്ടും അത് നിർദ്ദേശിക്കാം. അത്തരം സമിതി രൂപീകരിക്കാനുള്ള സാധ്യതകളുണ്ട്.